Hello, namaste, welcome back to WinTrader. അപ്പം എൻ്റെ പേര് ഗംഗ. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാം ഓപ്ഷൻ ട്രേഡിങ്ങിൽ എങ്ങനെയൊക്കെ നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വിത്തൗട്ട് സിഗ്നൽ എങ്ങനെ ചെയ്യാമെന്നൊരു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ചില ടെക്നിക്ക്, അതായത് നമുക്കൊരു സോഫ്റ്റ് സിഗ്നൽ തന്നു കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ മാർക്കറ്റ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാർക്കറ്റ് ഡൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് കാണാൻ പറ്റും നിഫ്റ്റി ഡൗണിലാണ്. അപ്പം ഫുള്ള് രാവിലെ തന്ന സെല്ല് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കോൾ നമുക്ക് എടുക്കാം. അതായത് മാർക്കറ്റ് കയറുമ്പോൾ സിഗ്നൽ ഇല്ലാതെയും നമുക്ക് സിഗ്നൽ ഒന്നും തരാതെ തന്നെ കോൾ ഓപ്ഷനും, അതായത് പുട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റ് ഡൗൺ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ കോൾ ഓപ്ഷൻ ചെറിയ ടെക്നിക്സാണ് ഇതിനകത്ത് ഇത് പറയാൻ പോണത്. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ നിഫ്റ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് റിയൽ ടൈമാണ്, ലൈവ് മാർക്കറ്റാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നിങ്ങൾക്കിത് ലൈവായിട്ട് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഓൺലൈന് ലൈവിൽ കാണാം. എന്നിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്താൽ മതി. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് ചേർത്തലയിലാണ് വരുന്നത്. ചേർത്തല സ്റ്റാൻഡ് KSRTC സ്റ്റാൻഡ് എടുത്താണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വിളിച്ചാൽ മതി. 9061973737 ഈ നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ അയച്ചുതരാം. നിങ്ങൾക്ക് വരണമെങ്കിൽ ഡയറക്റ്റ് വിളിച്ചേച്ചാൽ മതി. അല്ലെങ്കിൽ ഓൺലൈനിൽ കാണാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, ഒഫീഷ്യൽ വാട്സപ്പ് ഉണ്ട്. ഈ വീഡിയോ എടുത്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ആണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇതിനകത്ത് എടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് റിയൽ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. മാർക്കറ്റ് റേറ്റ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. 17,862 21 ഇപ്പം 17,821 ഈ മേഖലയിൽ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് രാവിലെ, അതായത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമുക്ക് സെൽ സിഗ്നൽ ഉണ്ടായിരുന്നു. റെഡ് ഡൗൺ ആരാണ് നമ്മുടെ സെൽ സിഗ്നൽ. ഈ സിഗ്നൽ വരുമ്പോൾ നമുക്ക് സോഫ്റ്റ് ഇൻഡിക്കേഷൻ തരും, ഒരു അലേർട്ട് മുഖേന നമുക്ക് ഇൻഡിക്കേഷൻ തരും. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് അലേർട്ട് മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വന്ന സിഗ്നൽ കൺഫേം ആണെന്ന് നോക്കുക. അപ്പോൾ നോർമലി നമുക്ക് ഓപ്ഷൻ ബൈയിങ് മാത്രം ചെയ്യുന്ന ആൾക്കാർ സെല്ല് വന്ന ഉടനെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണം, ഇൻ ദ മണി അല്ലെങ്കിൽ അറ്റ് ദ മണി അല്ല ഔട്ട് ഓഫ് ദ മണി, ആ സ്ട്രൈക്കിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഈ സെല്ല് നോക്കി, ഇവിടെ സെല്ല് വന്നപ്പോൾ ആ മാർക്കറ്റ് റേറ്റ് നോക്കുക 844 നമുക്ക് സെല്ല് വന്നു 920. അപ്പം നേരെ നമ്മൾ ഇതിൻ്റെ ഓപ്ഷൻ ചാർട്ട് സെലക്ട് ചെയ്യുക. അതായത് മാർക്കറ്റ് ആ ഒരു ഓപ്ഷൻ ചാർട്ടിനകത്ത് നമുക്ക് സിഗ്നൽ ഉണ്ടാവും. അത് കൺഫേം ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ഇതിനകത്ത് ബൈ ചെയ്യാം. അതായത് 844 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓപ്ഷൻ ഏത് സ്ട്രൈക്ക് പ്രൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മളെപ്പോഴും ഇന്തമിലിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 900 ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ആ 17,900 പ്രീമിയം ചാർട്ടാണിത്. നോക്കി, ഇവിടെ നമുക്ക് ഓൾറെഡി ബൈ ഉണ്ടായിരുന്നു. അപ്പോൾ 130-35 നമുക്ക് ബൈ കാണിച്ചു 9 രൂപ. അത് ഓൾറെഡി അതിൻ്റെ ടാർഗറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് 2 ടാർഗറ്റാണ് അടിച്ചത്. അതായത് 130-35 കണ്ട 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. 130 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് 143, 153, 164. ഈ ആക്ച്വലി ഈ ഒരു റേഷ്യോ എല്ലായിരിക്കും എപ്പോഴും കീപ്പ് ചെയ്യുന്നത്. അതായത് സോഫ്റ്റ് ഓട്ടോമാറ്റിക്കിൻ്റെ റേഷ്യോ മാറ്റും. അതായത് ഇത് ഫുൾ ഓട്ടോമാറ്റിക് എന്ന് വെച്ചാൽ ടാർഗറ്റ് എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കാണ്. അത് മാർക്കറ്റ് മൂവ്മെൻറ്റ് അനുസരിച്ചാണ്. ചില സമയത്ത് ഇപ്പോൾ 130, 143, അപ്പോൾ ഒരു 13 പോയിന്റ്. ചില സമയത്ത് അത് 20 ആകാം, 25 ആകാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ അത് കാൽക്കുലേറ്റ് മാറ്റി തരും. അപ്പോൾ നോർമലി നല്ല രീതിയിൽ 20 പോയിന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് തന്നെ എക്സിറ്റ് ചെയ്യാവുന്നുള്ളൂ. ഫസ്റ്റ് ഇപ്പോൾ ഓൾറെഡി നമുക്ക് 2 ടാർഗറ്റ് 153 അടിച്ചിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങി, അതായത് ആ ടൈമിൽ നിഫ്റ്റി ഒന്ന് കയറിയായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷനിൽ നമുക്ക് ആ ഒരു ഇറക്കം കാണിക്കുന്നത്. ഇപ്പോഴും നോക്കിയാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിഫ്റ്റി ഇപ്പോഴും ഡൗണിൽ തന്നെയാണ്. അതായത് ആസ് പെർ നമ്മുടെ സോഫ്റ്റ്വെയറിന് അനുസരിച്ച് കോൾ ഓപ്ഷനിൽ നമുക്ക് ഒരു ബൈ, അതായത് കോൾ ഓപ്ഷൻ വന്നിട്ടില്ല. അതായത് നിഫ്റ്റിയിൽ നമുക്ക് ബൈ വന്നിട്ടില്ല. ആ രാവിലത്തെ സെല്ല് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ സിമ്പിൾ, നമ്മൾ എല്ലായിടത്തും പറയുന്ന പോലെ നമുക്ക് സിഗ്നൽ വന്ന് ഡയറക്റ്റ് നമ്മുടെ മെയിൻ അസറ്റിനകത്ത് സിഗ്നൽ വന്ന് നമ്മൾ നേരെ അതിൻ്റെ പ്രീമിയം ചാർട്ട് എടുത്ത് അവിടെ നമ്മൾ ബൈ ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്ത് മാറി. ആ എക്സിറ്റ് ചെയ്ത് ഇവിടെ നമ്മൾ നമ്മുടെ ടാർഗറ്റ് വന്ന് എക്സിറ്റ് ചെയ്ത് മാറി. പിന്നെ നമ്മൾ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ ഈ ഒരു നോക്കി നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് കയറിയപ്പോൾ ഇവിടെ നോക്കി ഈ ഒരു റെഡ് സ്റ്റാർ നമ്മുടെ റെസിസ്റ്റർ ലെവലാണല്ലോ. ആ റെസിസ്റ്റർ ലെവൽ ഇവിടെ ബ്രേക്ക് ചെയ്ത്, അതായത് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു. പക്ഷെ നമുക്ക് സോഫ്റ്റ്വെയർ ബൈ തന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിത്തൗട്ട് സിഗ്നൽ നമുക്കിവിടെ ഒരു കോൾ ഓപ്ഷൻ, ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ കൂടുതൽ പ്രോഫിറ്റ് വേണ്ടി ഒരിക്കൽ നിൽക്കൽ ഒരു 5 to 10 പോയിന്റ്സ്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോട്ട് കൂട്ടി ചെയ്യാം. 5 തൊട്ട് 10 പോയിന്റ് വരെ കിട്ടാൻ വേണ്ടി മാത്രം ട്രേഡ് എടുക്കുന്ന ഒരു ടെക്നിക്കാണിത്. അതായത് ഇവിടെ നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ട് വന്നല്ലോ. ഈ ലെവലിൽ മാർക്കറ്റ് നിന്ന ലെവലും 17,800 സംതിങ്ങിലാണ്. നമുക്ക് ആ ഒരു ലെവലിൽ നിന്നപ്പോൾ തന്നെയാണ് മാർക്കറ്റ്
റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറിയത്. പക്ഷേ നമുക്ക് ബൈ കിട്ടിയില്ലെങ്കിൽ നേരെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രീമിയത്തിലോട്ട് പോവുക. അതായത് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രീമിയം ഇല്ലേ. അപ്പം ഞാൻ അതിന് എക്സാമ്പിൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 17,700 എടുത്തു വെച്ചിരിക്കുന്നത്. അതായത് 17,800 നിന്നപ്പോൾ ഞാൻ അതിൻ്റെ ഇന്ന മണിയിൽ 17,700 എടുത്ത്. അവിടെ നോക്കിയേ, അവിടെ നിങ്ങൾ നോക്കേണ്ട ആ പ്രീമിയത്തിന് ഇതുപോലൊരു ബ്രേക്കൗട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. കണ്ടോ, അവിടെ ഒരു ബ്രേക്കൗട്ട് വന്ന്. അപ്പോൾ ആ ബ്രേക്കൗട്ട് വന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ടെർമിനൽ ഏത് പ്രീമിയമാണ് അവിടെ നിൽക്കുന്നത് ആ പ്രീമിയത്തിൽ, അതായത് 17,700 നിങ്ങൾക്ക് കിട്ടുന്ന പ്രീമിയത്തിൽ അതിനെ ബൈ എടുക്കുക. ഏത് ലെവലിലാണ് നിങ്ങൾ ബൈ എടുത്താൽ അവിടുന്ന് 5 അല്ലെങ്കിൽ 10 പോയിന്റിൽ ഇതിനെ കറക്റ്റ് എക്സിറ്റ് കൊടുത്തേക്കുക. ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ഒരു 5 to 10 പോയിന്റ്സ് ഈസിലി നമുക്കവിടെ ഏൺ ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ നിങ്ങൾ നോക്കണം. ഇവിടെ കണ്ടേ, ആക്ച്വലി ഇന്നത്തെ മാർക്കറ്റ് നമുക്ക് വന്നിട്ടില്ല, ഇതുവരെ നമുക്ക് ബൈ വന്നിട്ടില്ല. പക്ഷേ ഇവിടുന്ന് അത് കയറിയിട്ട് ഞാൻ പറഞ്ഞത് ബ്രേക്കൗട്ട് വന്നുകൊണ്ടാണ് ഇങ്ങനെ എടുക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ എടുക്കല്. ഇവിടെയും വന്ന് ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നമ്മൾ എടുക്കുന്ന കോൾ ഓപ്ഷൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കാരണമാണ് ഞാൻ അവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞത്. ഈസി ആയിട്ട് 5 to 10 പോയിന്റ്സ് എന്ന് പറഞ്ഞ ലെവൽ നമുക്ക് 5 to 10 പോയിന്റ്സ് അതിൽ കൂടുതൽ എടുക്കല്ല, അതിൽ കൂടുതൽ റിസ്ക് ആണ്, അത് ലോസിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 5 to 10 പോയിന്റ്സ് നിങ്ങൾക്ക് ലോട്ട് കൂട്ടി ചെയ്യാം, ഡെഫിനറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഉണ്ട് ഈ ലെവലിൽ എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം അവിടെ ഏത് വന്നതെന്ന്. അതായത് ഇതിൻ്റെ ഹൈ പോയിരിക്കുന്നത് വെച്ചാൽ 209 204. അപ്പം മറ്റ് നെക്സ്റ്റ് ക്യാൻഡിലാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ 202 നിന്ന് 209 വരെ പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂവിൽ നമ്മൾ എൻട്രി ആണെന്നുണ്ടെങ്കിൽ അത് പോയിരിക്കുന്നത് വെച്ചാൽ ആ ഒരു കയറ്റം കയറിയതാണ് 219.65 വരെ. അതായത് ഞാൻ പറഞ്ഞ ഓൾമോസ്റ്റ് ആ പോയിന്റ് വരെ കയറിയിട്ടാണ് ഇറങ്ങിപ്പോയത്. അപ്പം നമുക്ക് ഈ പുട്ടിൻ്റെ ഇടക്കും കോൾ എടുക്കാവുന്ന ഒരു ഇതാണ് സ്ട്രാറ്റജിയാണിത്. അതായത് ഇങ്ങനൊരു ഓപ്ഷൻ വന്നാൽ മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അവിടെയും ബ്രേക്ക് ചെയ്ത് നമ്മുടെ പ്രീമിയം ചാർട്ടിൽ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ എടുക്കാൻ പറഞ്ഞത്. പിന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് റിയൽ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് എന്താണ് പ്രഡിക്ഷൻ ഒന്നുമില്ല. മാർക്കറ്റ് നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങളുടെ വീട്ടിൽ ഇത് മാർക്കറ്റ് എന്താണെന്നുള്ള ഡയറക്റ്റായിട്ട് സോഫ്റ്റ്വെയർ കാണിച്ചു തരും. പിന്നെ ഇത് നമ്മൾ പറഞ്ഞ 2009 അതായത് 14 വർഷമാകും നമ്മൾ ചെയ്യാൻ തുടങ്ങി ഈ സ്റ്റാർട്ട്. നമ്മൾ വേർഷൻസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അത് നമ്മൾ ഏതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സാണ് ഇത് യൂസ് ചെയ്യുന്നത് അത് പുതിയ വേർഷൻ വരുമ്പോൾ അവർക്ക് അതിന് അപ്ഡേഷൻ കിട്ടും. പിന്നെ നമ്മൾ നോർമലി ഇതൊരു 10 മിനിറ്റ് എടുക്കത്തുള്ളൂ ഇൻസ്റ്റാൾ ചെയ്യാണ്ട്. ബാക്കി നമ്മൾ പറഞ്ഞു കൊടുക്കുകയെന്ന് വെച്ചാൽ ഇത് ട്യൂട്ടോറിയൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ട്യൂട്ടോറിയൽ വീഡിയോസ് ആയതുകൊണ്ട് അവർക്ക് വെച്ചാൽ അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ നമ്മുടെ വീഡിയോസ് എവറി ഡേ നമുക്ക് വീഡിയോസ് വരുന്നുണ്ട്. അത് നോക്കുമ്പോൾ തന്നെ അത് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായത് എങ്ങനെ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ വിളിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഓഫീസുണ്ട് ചേർത്തലയിൽ, അവിടെ ഡയറക്റ്റായിട്ട് വരാം. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമുക്ക് മെയിൻ നമ്മൾ ഡയറക്റ്റ് എൻട്രി എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ കൺഫർമേഷൻ എന്ന് വെച്ചാൽ സിഗ്നൽ വരണം. സിഗ്നൽ വന്നിട്ട് നിങ്ങൾ കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ കൺഫർമേഷൻ ഇതാണ്. ആരോ വന്ന ശേഷം താഴത്തെ ബാർ ഇവിടെ നമ്മുടെ മെയിൻ അസറ്റിനകത്ത് റെഡ് പ്രൈസ് ബൈ സെൽസോൺ ആണെങ്കിൽ സെല്ലിന് പുട്ട് ഓപ്ഷനിൽ പോവുക. ആ പുട്ടിനകത്ത് ആരോ കാണാം, അവിടെയും കൺഫർമേഷൻ, അവിടെ ബൈ വരണം. ആരോ താഴത്തെ ബാർ ഗ്രീൻ പ്രൈസ് ബൈസോൺ ആണ് നോർമൽ നമ്മൾ എൻട്രി ചെയ്യുന്ന കൺഫർമേഷൻ സിഗ്നൽ ത്രൂ എൻട്രി ചെയ്യുന്ന. അപ്പോൾ സിഗ്നൽ ഇല്ലാതെ എൻട്രി ചെയ്യുന്ന നമ്മളൊരു വീഡിയോ ഇട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സിഗ്നലിൻ്റെ ഇടയ്ക്ക് വേറെ എൻട്രി എടുക്കുന്നതാണ് ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ മാർക്കറ്റ് പുട്ടി തന്നെ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ പുട്ടിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റ് കയറിയപ്പം കോൾ എടുക്കുന്ന വിധമാണ് ഞാൻ ഇന്ന് കാണിച്ചു തന്നത്. അത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കണം. അവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. നമ്മളെടുക്കുന്ന കോളിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ എടുക്കാവൂ. അപ്പം ഈ വീഡിയോ കണ്ടതിന് നന്ദി. അപ്പം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ചാറ്റിലോട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നെ വിളിക്കാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.